ഇസ്ലാമിക ചരിത്രത്തിന്റെ യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബദറും ഉഹദും ഖൈബറും ഖന്തക്കും ഒക്കെ പഠിക്കുമ്പോൾ വളരെ കൗതുകത്തോടുകൂടി നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു ചരിത്രമാണ് ഖന്തക്കിന്റെ ചരിത്രം. നമുക്കൊരു രസമെന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്ര വായനയിലൂടെ അല്ലെങ്കിൽ ആ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ വളരെ അത്ഭുതകരമായ ചില രംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരിക. മദീനയിലേക്ക് ശത്രുക്കൾക്ക് കടക്കാൻ കഴിയാത്ത വിധം കിടങ്ങു കുഴിക്കുക, വല്ലാത്ത അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുക. ശത്രുക്കൾക്ക് ഈ പരിശുദ്ധ നാട്ടിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം അവർക്ക് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സഹാബത്ത് കിടങ്ങു കുഴിക്കുക. ഖന്തക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കിടങ്ങ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് നമുക്ക് ആ സ്ഥലത്ത് പോയാൽ അങ്ങനെ ഒരു യുദ്ധത്തിന്റെ പ്രതീതിയുള്ള ഒരു കിടങ്ങായിട്ടറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉൾപുളകമാണ്, റബ്ബേ ഇവിടെയല്ലേ എന്റെ മുത്ത റസൂൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് അമർത്തിപ്പിടിച്ച് വിശപ്പാറ്റിയിട്ട് പാറ വെട്ടിമാറ്റിയത്, കുഴിയെടുത്തത്, കല്ല് ചുമന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും പഠിച്ചവർക്ക്, അല്ലെങ്കിൽ ആ പ്രഭാഷണങ്ങളൊക്കെ കേട്ടവർക്ക്. ഇവിടെയൊക്കെ പോകാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ അവിടെ ആ ഒരു വലിയ കിടങ്ങുകൾ തീർത്തു. ശത്രുക്കൾ നന്നേ പ്രയാസപ്പെട്ടു. മനോഹരമായ ഒരു കോട്ടയ്ക്കകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെ പാർപ്പിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ആ കോട്ടയ്ക്കകത്തുണ്ട്. ധാരാളം സഹാബത്തിന്റെ ഭാര്യമാരുണ്ട്. അറേബ്യയിലെ തരുണീ മണികളുണ്ട്, സുന്ദരികളുണ്ട്, ദീനീ ഖിദ്മത്ത് ചെയ്യുന്ന സഹോദരിമാരുണ്ട് ആ കോട്ടയ്ക്കകത്ത്. ആ കോട്ട സുരക്ഷിതമാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കണം, എങ്കിലേ മുസ്ലിം സൈന്യത്തിന് ധൈര്യം ചോർന്നു പോകാതെ ഖന്തക്കിൽ പോരാടാനുള്ള ഒരു മനഃശക്തി ഉണ്ടാവുകയുള്ളൂ. ആ കോട്ട സുരക്ഷിതമാണ്. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ ആ കോട്ടയ്ക്കകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയും മറ്റ് പ്രിയപ്പെട്ട സഹോദരിമാരും സഹാബത്തിന്റെ ഭാര്യമാരും ഒക്കെ പാർക്കുന്ന ആ കോട്ടയ്ക്കകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ സുരക്ഷിതമാക്കി സ്ത്രീകളെ പാർപ്പിച്ച ആ കോട്ടയ്ക്കകത്തിരുന്ന് മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ ഒന്ന് നോക്കുമ്പോൾ ആരോ ഒരു നല്ല ഉയരമുള്ള, നല്ല ശരീരമുള്ള ഒരു മനുഷ്യൻ, തിരിച്ചറിയാൻ കഴിയുന്നില്ല, കോട്ടയുടെ പുറത്തുകൂടെ ഇങ്ങനെ പാതിരാ സമയത്ത് നടന്നു പോകുന്നതായി സഫിയ റളിയല്ലാഹു തആല അൻഹ കണ്ടു. സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, സ്ത്രീകൾ മാത്രം പാർക്കുന്ന കോട്ടയുടെ ചുറ്റുവട്ടത്ത് സഹാബത്ത് നടക്കില്ല. പ്രവാചകർ ആരെയും പറഞ്ഞുവിടില്ല. ഇത് ശത്രുക്കൾ പറഞ്ഞുവിട്ട ഏതോ ചാരനാണ്. ഇവിടെ ആരുണ്ട് എന്ന് മനസ്സിലാക്കാനും ഏതൊക്കെ സ്ത്രീകളാണ് പാർക്കുന്നത് എന്ന് തിരിച്ചറിയാനും അവരെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തി, പരാജയപ്പെടുത്തി, ഉപദ്രവിച്ച് കൊല ചെയ്ത് മുസ്ലിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദമുണ്ടാക്കാനുമുള്ള ഒരു ശ്രമമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് സഫിയ റളിയല്ലാഹു തആല അൻഹ ആരും അറിയാതെ രഹസ്യമായി ആ പുറത്തുകൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യനെ പിന്തുടരാൻ തീരുമാനിച്ചു. കോട്ടയുടെ നാലു ഭാഗത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കറങ്ങുന്നു. സഫിയ ബീവി റളിയല്ലാഹു അൻഹ കോട്ടയ്ക്കകത്തൂടെ ആ മനുഷ്യൻ പോകുന്ന നെടിലിന്റെ പുറകെ അയാൾ അറിയാതെ അയാളെ പിന്തുടരുന്നു. മനസ്സിന്റെ അകത്ത് വല്ലാത്ത ഭയമൊക്കെയുണ്ട്. പക്ഷെ എങ്കിലും തീർച്ചയായും പ്രവാചകർ ആരെങ്കിലും ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയും, ഞങ്ങളോട് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്യൂല. പക്ഷെ ഇത് തീർത്തും ശത്രുക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ കുറെ സമയം പിന്തുടർന്നു. അവസാനം കോട്ടയുടെ ഒരു ചെറിയ വാതിലിലൂടെ സഫിയ റളിയല്ലാഹു തആല അൻഹ പുറത്തിറങ്ങുമ്പോ സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലുള്ളത് മൂർച്ചയേറിയ വലിയ ഒരു കഠാരയാണ്. മൂർച്ചയേറിയ വലിയ ഒരു കഠാരയാണ്. മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ കോട്ടയുടെ ചുറ്റുവട്ടത്തൂടെ ഈ ശത്രുവിന്റെ, ഈ ചാരന്റെ പിന്നാലെ നടന്ന് 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 നീങ്ങി
തന്റെ ഇടത്തെ കൈകൊണ്ട് ചാരന്റെ കഴുത്തു പിടിച്ച് ചേർത്തു വെച്ചിട്ട് വലത്തെ കൈകൊണ്ട് ആ കഴുത്ത് നിസ്സാര സമയം കൊണ്ട് അറുത്ത് നിലത്തിട്ടു. രക്തം കുടുകുടാ ഒഴുകുന്നു. സഫിയ റളിയല്ലാഹു തആല ആ തലയെടുത്തിട്ട് ശത്രുക്കൾ പാർക്കുന്ന സ്ഥലത്ത് ആ കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോൾ ശത്രുക്കൾ മുഴുവനും അത്ഭുതപ്പെട്ടു. അവിടെ സ്ത്രീകൾ മാത്രമല്ല, അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെ കാക്കാൻ അഭ്യസ്തവിദ്യരായ സ്വഹാബത്തിനെ കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ കോട്ട ആക്രമിക്കാൻ വന്ന ശത്രുക്കൾ അവിടെ നോടി രക്ഷപ്പെട്ടു.